ഹൊറിബിൾ മോൺസ്റ്റർ. രചന ആശാദേവി. അവതരണം സാലിം കരുളായി. ബെഡേക്കൊന്ന് തട്ടിക്കുടിഞ്ഞ് വിരിക്കുകയായിരുന്നു സൂര്യ. ഒരു ബനിയനും കാവിമുണ്ടുമാണ് അവൻ്റെ വേഷം. എല്ലാം തട്ടി വിരിച്ചിട്ടതും അവൻ ജനലടക്കാൻ വേണ്ടി മുന്നോട്ട് നടന്നു. അപ്പോഴാണ് ചന്തു ഡോർ തുറന്നുകൊണ്ട് അകത്തേക്ക് വന്നത്. പെട്ടെന്ന് അവളെ കണ്ട് അവനൊന്ന് ഞെട്ടിത്തിരിഞ്ഞ് നോക്കി. അവൾ മുഖത്ത് ഭയങ്കര ഗൗരവം നിറച്ചുകൊണ്ട് അവനടുത്തേക്ക് പതിയെ 2 ചുവട് വെച്ചു. അവളുടെ നോട്ടവും വരവൊക്കെ കണ്ട് സൂര്യയുടെ മുഖം ചുളിഞ്ഞു. ചന്തു അവനൊന്ന് ഒഴിഞ്ഞു നോക്കി. അവൻ്റെ പകച്ചുള്ള നിലപ്പ് കണ്ട് അവളിൽ പതിയെ കുസൃതി തലപൊക്കി. ഉള്ളിൽ ചിരിച്ചുകൊണ്ട് കപട ഗൗരവത്തോടെ ചന്തു തിരിഞ്ഞെന്ന് വാതിലടച്ച് കുറ്റിയിട്ടു. അടുത്ത നിമിഷം അവൾ ദേഷ്യത്തോടെ അവന് നേരെ പാഞ്ഞു ചെന്നുകൊണ്ട് കയ്യിൽ കിട്ടിയൊരു ഫ്ലവർ വേസ് എടുത്ത് അവൾ അവൻ്റെ തൊട്ടത്തുള്ള ജനലിലായി ആഞ്ഞടിച്ചു. അത് വലിയ ശബ്ദത്തോടെ പൊട്ടിച്ചിതറി. സൂര്യ പേടിയോടെ ഒരു സൈഡിലേക്ക് മാറി നിന്നു. എന്ത് ധൈര്യത്തിലാടോ താനെ താലി കിട്ടിയത്? എൻ്റെ വിഹാൻ, എനിക്ക് ഉറപ്പാ അവന് ഞാനെന്ന് വെച്ച ജീവനായിരുന്നു. സത്യം പറ, ഇതെല്ലാം തൻ്റെ കളിയല്ലേ? ഞാൻ തന്നെ അന്ന് വെള്ളത്തിൽ തള്ളിയിട്ടതിന് പകരം ചെയ്യാനല്ലേ താൻ ഇങ്ങനെയൊക്കെ ചെയ്തത്? ചന്തു ദേഷ്യത്തോടെ ചോദിച്ചതും സൂര്യ ആകെ എന്തോ പോലെയായി. അവൻ്റെ മുഖം കണ്ട് ചന്തുവിന് വീണ്ടും കുസൃതി തോന്നി. സംഭവിക്കാനുള്ളതൊക്കെ എന്തായാലും സംഭവിച്ചു. എന്തായാലും താൻ എന്നെ കെട്ടി. തന്നെ കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ തന്നെ സഹിച്ചല്ലേ പറ്റൂ. അപ്പം എങ്ങനെയാ നമ്മളെ ഫസ്റ്റ് നൈറ്റ് തുടങ്ങുമല്ലേ? തൻ്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നവളെ കണ്ട് അവൻ അല്പം കൂടെ പുറകോട്ടാഞ്ഞതും അവൾ വശ്യമായ ചിരിയോടെ അവൻ്റെ നെറ്റിയിലൂടെ ഒന്ന് വിരലൊടിച്ചു. ചുണ്ടുകൾ പതിയൊന്ന് കടിച്ച് വശ്യമായ ചിരിയോടെ അവൾ അവൻ്റെ മുഖമാകെ ഒടിഞ്ഞു. അവളുടെ പ്രവൃത്തിയിൽ സൂര്യയുടെ മിഴികൾ ബുൾസൈ പോലെ തള്ളിപ്പോയി. അത് കണ്ട് കുത്തിട്ട് ചിരിയോടെ ചന്തു തൻ്റെ കയ്യിലെ പാൽ ഗ്ലാസ് അവൻ്റെ ചുണ്ടോട് ചേർത്ത് വെച്ച് കൊടുത്തതും വെപ്രാളം കൊണ്ട് അറിയാതെ തന്നെ അവൻ അതിൽ നിന്ന് 2 ഇരക്ക് കുടിച്ചിരുന്നു. സൂര്യയുടെ ഭാവം കണ്ട് ചന്തുവിന് ശരിക്കും രസം പിടിച്ചു. അവൾ അവനെ ഒന്ന് വശ്യമായി നോക്കിക്കൊണ്ട് കയ്യിലെ ഗ്ലാസ്സിലെ പാൽ ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. സൂര്യേട്ടാ. ചുണ്ടിൽ പറ്റിയ പാൽ തുള്ളി നാവ് കൊണ്ടൊന്ന് ഒഴിഞ്ഞെടുത്തുകൊണ്ട് ഹസ്കി വോയിസിൽ അവൾ വിളിച്ചതും സൂര്യാകെ വല്ലാത്ത അവസ്ഥയിലായി. പിന്നെയും അവൾ അവനടുത്തേക്ക് ചുവട് വെച്ചതും അവനെ 2 അടി പിന്നിലേക്ക് വെച്ചുപോയി. സൂര്യ ഞെട്ടിലോടെ കണ്ണുകൾ ഇറക്കിയടച്ചതും ചന്തു പൊട്ടി വന്ന് ചിരി കടിച്ചു പിടിച്ചു. അവ പേടിയുണ്ട്. അവളവനെ കളിയാക്കും പോലെ പറഞ്ഞതും അവൻ അവളെ പരിഭ്രമത്തോടെ നോക്കി. എടോ ഞാൻ മതി, ഇനി താനൊന്നും പറയണ്ട. ഞാൻ പറയുന്നത് കേട്ട് അടങ്ങി ഒന്ന് ജീവിച്ചോണം. വെറുതെ എൻ്റെ സ്വഭാവം പുറത്തെടുപ്പിക്കരുതേ. അവൾ ഗൗരവത്തോടെ പറഞ്ഞതും അവൻ അറിയാതെ തന്നെ തലയാട്ടിപ്പോയി. അവളൊന്ന് അമർത്തി നോക്കിയത് സൂര്യയുടെ മിഴികൾ ചുവന്നു. പെട്ടെന്ന് അവനിൽ മാറ്റങ്ങൾ കണ്ട് അവൾക്കാകെ വല്ലാതെയായി. അവൾ അവനക്കടുത്തേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്നതും സൂര്യൻ ഞെട്ടിലൂടെ തലവെടിച്ചു. അവൻ്റെ മുഖം അവൾ തൻ്റെ കൈക്കുമ്പിളിലെടുത്തതും സൂര്യ ആകെ വിയർത്തു. അയ്യേ, ഇത്രയും പേടിയോ? പെട്ടെന്ന് അവൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൻ അവളെ നോക്കിയൊന്ന് വിളറി ചിരിച്ചു. താൻ കിടന്നോ? സൂര്യ അത്രയും പറഞ്ഞിട്ട് അവളിൽ നിന്ന് വേഗം മടന്നു മാറി പുറത്തേക്ക് പോകാൻ നിന്നതും ചന്ദവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി. ഏട്ടൻ്റെ എവിടേക്കാ? അവൾ സംശയത്തോടെ ചോദിച്ചു. എന്നാൽ അവൾ തന്നെ ആദ്യമായിട്ട് ഏട്ടാന്ന് വിളിച്ചതിന് ഞെട്ടില്ലായിരുന്നു സൂര്യ. അത് എടോ, എനിക്കറിയാം താനിപ്പോൾ വളരെ ഡെസ്പാണെന്ന്. തനിക്കെന്നെ ഒരു ഭർത്താവിൻ്റെ സ്ഥാനത്ത് കാണാനോ കൂടെ കഴിയാനോ പറ്റില്ലല്ലോ. താൻ വിഷമിക്കണ്ട. തന്നെ ഞാനോ എൻ്റെ വീട്ടുകാരെ സങ്കടപ്പെടുത്തില്ല. തൻ്റെ ഇഷ്ടം പോലെ തനിക്കൂടെ ജീവിക്കാം. സൂര്യ അങ്ങനെ പറഞ്ഞു ചന്തുവിൻ്റെ മുഖം മത്തങ്ങ പോലെ വീർത്തു. ഇത് കണ്ട് സൂര്യ താൻ പറഞ്ഞതിൽ എന്തെങ്കിലും പിഴവ് പറ്റിയെന്ന് ഓർത്ത് ആകെ വലഞ്ഞു. ഡോ, ഞാൻ തന്നോട് പറഞ്ഞു എനിക്ക് തന്നെ ഇഷ്ടമല്ലെന്ന്. ദേ, ഈ താലി താൻ ഏത് നിമിഷം എൻ്റെ കഴുതി കെട്ടിയോ ആ നിമിഷം മുതൽ ഞാൻ തൻ്റേതും താൻ എൻ്റേതും മാത്രം. അല്ലാതെ കണ്ട കഥകളിലെയും സീരിയലിലെയും പോയി എന്നിട്ട് കളിപ്പിക്കാന പരിപാടിയെങ്കിലും മോനെ സൂര്യനാരായണ. താൻ ഈ പത്മചന്ദ്രൻ ആരാണെന്ന് അറിയൂ ശരിക്ക്. അവൻ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഭീഷണി സ്വരത്തിൽ അവൾ പറഞ്ഞു നിർത്തിയത് സൂര്യയുടെ മിഴികൾ വിടർന്നു. അവൻ്റെ ചുണ്ടിൽ ആ മനോഹരമായ ചിരി വീണ്ടും സ്ഥാനം പിടിച്ചു. അപ്പൊ താൻ ഈ കല്യാണം അംഗീകരിച്ചോ? ഇനി ഒരിക്കലും താൻ ഇവിടോട്ട് പോകില്ലേ? അവൻ നിഷ്കളങ്കമായി വീണ്ടും ചോദിച്ചതും അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ആ സമയം അവനോട് അവൾക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നി. ഏട്ടൻ എന്നെ മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ കഴിയുമോ? അതോ എന്നോട് ദേഷ്യമാണോ? ഞാൻ വെറുതെ ഒരു തമാശ കാണിച്ചതാ. ഒത്തിരി ഇഷ്ടമുള്ളവരോട് ഞാൻ ഒത്തിരി കുറുമ്പ് കാണിക്കും. അതാ അച്ഛൻ പറയാറ്. അവൾ അവനോട് ആർദ്രമായി പറഞ്ഞത് സൂര്യയുടെ മിഴികൾ വിടുന്നു. ആദ്യമായാണ് അവൾ അവനോട് അത്രയും സോഫ്റ്റായിട്ട് സംസാരിക്കുന്നത്. അങ്ങനെയാണോ? അപ്പം ആദ്യം കണ്ടപ്പോൾ മുതലൊരു പരിചയമില്ലാത്ത എന്നോട് താൻ കുറുമ്പ് കാണിച്ചതോ? അത് ഇഷ്ടക്കൂടുതൽ കൊണ്ടായിരുന്നു? അതൊന്നും എനിക്കറിയില്ല. അല്ല, ഇതെന്തുവാ കോടീശ്വരൻ പരിപാടിയോ? എനിക്ക് ഉറക്കം വരുന്നു. വേണമെങ്കിൽ ഒന്ന് കിടക്കാൻ നോക്ക്. കപടദേശത്തിൽ അവൾ അവനോട് പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് പോയി കിടന്നു. ഇത് കണ്ട് സൂര്യയുടെ മുഖത്തും ചെറിയൊരു ചിരി വിടർന്നു. കില്ലാടി. അവൻ പതിയെ മൊഴിഞ്ഞുകൊണ്ട് അവൾക്കടുത്തായി വന്ന് കിടന്നതും ചന്തു വേഗം അവനെ നെഞ്ചിലേക്ക് തലവെച്ചുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ച് കിടന്നു. ആദ്യം അവനൊന്നും പകച്ചെങ്കിലും പിന്നീട് അവനും അവൾ അത്രമേൽ സ്നേഹത്തോടെ പൊതിഞ്ഞു പിടിച്ചു കൊണ്ടുറങ്ങി. മുഖംമൂടി ധരിച്ച് അവൻ്റെ കാൽ കീഴിൽ കിടന്ന് വിഹാൻ ഒന്ന് പിടഞ്ഞു. വേദന കൊണ്ട് പിടയുന്നവനെ അവൻ ക്രൂരമായ ചിരിയോടൊന്ന് നോക്കി.
ആരാ ആരാ നീ? ആ വേദനക്കിടയിലും വിഹാൻ അലറിക്കൊണ്ട് ചോദിച്ചു. നില. കാറ്റുപോലെ ആ മുഖം മുടിക്കാരൻ ആ പേര് പറഞ്ഞതും ഒരു നിമിഷം വിഹാൻ ഞെട്ടിവിറച്ചു. എന്താണ് വിഹാൻ, നിന്റെ മുൻപാരെയെ നീ ഇത്ര വേഗം മറന്നുപോയോ? അയാളുടെ വാക്കുകളിൽ പുച്ഛം നിറഞ്ഞു. ആ സാരല്ല, ഞാൻ ഓർമ്മിപ്പിക്കാം. ഒരു പാവം അനാഥ പെണ്ണ്, പേര് നില. അവൾക്കേറെ വിവാഹ സ്വപ്നങ്ങളുമായി വന്ന ആട്ടുംതോലണിഞ്ഞ ചെന്നായ ആരാരുമില്ലാത്തവളെ സമൂഹ വിവാഹം കഴിച്ച് സ്വന്തമാക്കുന്നു. ഒടുവിൽ അവളുടെ സ്വർണവും പണവും തട്ടിയെടുത്തുകൊണ്ട് ആ പാവത്ത് മുംബൈ നഗരത്തിലെ വേശ്യാലയത്തിൽ വിലപേശി 5 ലക്ഷം രൂപക്ക് വിൽപ്പന നടത്തി. ആരാരും ചോദിക്കാനും പറയാനില്ലല്ലോ, പിന്നെ അതിനോട് എന്തുമാകാലോ? നിനക്ക് പേരുകൾ പലതാണെന്ന് എനിക്കറിയാം, എന്നാൽ ഇവിടെ മാത്രം എന്തുകൊണ്ട് നീ നിന്റെ സ്വന്തം പേര് ഉപയോഗിച്ചു? അവന് ചുറ്റും നടന്നുകൊണ്ട് അയാൾ പറഞ്ഞതും വിഹാന്റെ ഉള്ളിൽ ഭയം നിറഞ്ഞു. അവനാകെ വിറച്ചുപോയി. ആരാ നീ? ഞാനോ? നിന്നെ പോലുള്ളവരുടെ ഭാഷയിൽ പറഞ്ഞ മോൺസ്റ്റാർ, മുംബൈ നഗരം മടക്കി പാടുന്ന കിങ്, എ വൈൽഡ് ഹോറിബിൾ മോൺസ്റ്റാർ. പൃഥ്വി. വിറയിലോടവൻ മുഴിഞ്ഞതും പൃഥ്വിയുടെ മിഴികൾ വന്യമായെന്ന് തിളങ്ങി. മുംബൈ നഗരത്തിലെ പുൽക്കൊടിക്ക് പോലും അറിയാം പൃഥ്വി എന്ന മോൺസ്റ്റാറിനെ, ആ നാടനത്തിനെ പിറപ്പിക്കുന്നവരുടെ മുഖംമുടിക്കാരൻ രാജാവിനെ. അപ്പൊ ഇനി നിനക്ക് എന്നെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ, നിനക്കെന്നെ നന്നായി തന്നെ അറിയാമല്ലേ? ഇനി പറ, നീ തിരഞ്ഞെടുത്ത പുതിയ ഇരക്ക് മുമ്പിൽ എന്തുകൊണ്ട് നീ നിന്റെ സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്തി? പൃഥ്വിയെ മുന്നിൽ കണ്ടവൻ തന്റെ മരണത്തെ കൺമുമ്പിൽ കണ്ടതുപോലെ വിളറി. പറയണം നായിന്റെ മോനെ. അവന്റെ അലർച്ചയിൽ വിഹാനൊന്നും ഞെട്ടിവിറച്ചു. എനിക്ക് അവളെ ശരിക്കും ഇഷ്ടം, ചതിക്കാനല്ല. എന്റെ മനസ്സിൽ വല്ലാതെ അവള് എന്റെ പത്മചന്ദന. പ്രണയത്തോടവൻ അവളുടെ പേര് പറഞ്ഞതും അവനെ ബാക്കി പറയാൻ അനുവദിക്കാതെ അടുത്ത നിമിഷം പ്രീതി തന്റെ കയ്യിലിരുന്ന ചെറിയ അറ്റം കൂർത്ത കത്തിയെടുത്ത് അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് ആഞ്ഞു കുത്തിയിറക്കി. വിഹാനൊരു നിമിഷം നിശ്ചലയായി. അവന്റെ മിഴികൾ പുറത്തേക്ക് തുറിച്ചു വന്നു. നിമിഷ നേരം കൊണ്ട് എല്ലാം അവസാനിച്ചിരുന്നു. ആ പേര് പോലും നിന്റെ നാവിൽ നിന്ന് വീഴാൻ പാടില്ലായിരുന്നു വിഹാൻ. അത്രയും വന്യമായ മുഖഭാവത്തോടെ അവൻ ഉറക്കി അലറി. രാവിലെ കണ്ണു തുറന്നതും ചന്തു തന്റെ അടുത്ത് കൊച്ചു കുഞ്ഞിനെ പോലെ കിടന്നുറങ്ങുന്നവനൊന്ന് നോക്കി. ആ നെഞ്ചിൽ തല ചേർത്താണ് തന്റെ ഉറക്കമെന്നോർക്കി അവളൊരു കുഞ്ഞു പുഞ്ചിരി വിടർന്നു. ശാന്തമായി ഉറങ്ങുകയായിരുന്നു സൂര്യ. ഫാനിന്റെ കാറ്റിൽ അവന്റെ മുടിയിലുകൾ ചെറുതായി ഇളകി ആടുന്നുണ്ട്. ചന്തുവിനൊരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ചാണ് അവന്റെ കിടപ്പ്. ഇങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഈ താലി എൻ്റെ കഴുത്തിൽ വീണ നിമിഷം മുതൽ ഞാൻ നിങ്ങളെൻ്റെ ഭർത്താവെ അംഗീകരിക്കുന്നു, പ്രണയിക്കുന്നു. എൻ്റെ മരണം വരെയും ഇനി നിങ്ങളെ വിട്ട് എനിക്കൊരു മടക്കില്ല. സൂര്യയുടെ മുഖത്ത് നോക്കി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് അവൾ അവനെ നെറ്റിയിൽ തന്നെ ചുണ്ടു ചേർത്തു. പുറത്താരൊക്കെയോ സംസാരിക്കുന്ന ശബ്ദം കേട്ടതും ചന്ത് സൂര്യയിൽ നടന്നു മാറി. വേഗം കുളിച്ചൊരുങ്ങി അവൾ ഉമ്മറത്തേക്ക് നടന്നു. നാരായണനോട് സംസാരിച്ചിരിക്കുന്ന വേണുവിനെയും ശാന്തയെയും കണ്ടപ്പോൾ ചന്തു ഓടിച്ചെന്ന് തൻ്റെ അച്ഛൻ്റെ മടിത്തട്ടിൽ മുഖം പൂഴ്ത്തി. ഇത് കണ്ട് നാരായണൻ പുഞ്ചിരിച്ചു. വേണുവളുടെ തലയിൽ വാത്സല്യത്തോടെ തലോടി. ചന്തു. ശാന്ത അവളെ സ്നേഹത്തോടെ വിളിച്ചതും നിറഞ്ഞ മിഴികളോട് അവൾ തൻ്റെ അമ്മയെ മുഖമൊഴിച്ചു നോക്കി. അച്ഛൻ്റെ കുട്ടിക്ക് ഇവിടെ സുഖാണോ? വേണു വേദന നിറഞ്ഞ പുഞ്ചിരിയോടെ ചോദിച്ചതും അവൾ അയാളെ കുറുമ്പോടെ നോക്കി. അയ്യ, ചോദ്യം കേട്ടതൊന്നും എന്നെ കൂടി കെട്ടിച്ച് പിടിച്ചിട്ട് 5 വർഷമായെന്ന്. ഇന്നലെ ഉച്ചക്കല്ലേ ഞാനിങ്ങോട്ട് വന്നത്. അവളുടെ മുഖം കൂർപ്പിച്ചുള്ള ചോദ്യം കേട്ട് വേണു ചിരിച്ചു. എന്നാൽ ഇത് കണ്ട നാരായണനിൽ അവളോട് അതിയായ വാത്സല്യമാണ് തോന്നിയത്. പെട്ടെന്ന് തോളിൽ കിട്ടി അടിയിൽ ചന്തൊന്ന് ആർത്ത് പിടിച്ച് തിരിഞ്ഞു നോക്കിയതും അവളെ നോക്കി പേടിപ്പിക്കുന്ന ശാന്തിയാണ് കണ്ടത്. മൂത്തവരോട് ഇങ്ങനെയാണോ നീ? വളർത്ത ദോഷം മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാനാണോ നിന്റെ ഉദ്ദേശം? പോട്ട് ശാന്തേ, അവൾ കൊച്ചല്ലേ. നാരായണൻ അവളെ സപ്പോർട്ട് ചെയ്തതും ചന്തു ഗമയോടെ ശാന്തയെ നോക്കി. കല്യാണം കഴിഞ്ഞ കുട്ടിയല്ലേ, ഇങ്ങനെ കുട്ടികളെയും കൊണ്ട് നടന്നാൽ മറ്റുള്ളവർ എന്ത് കരുതും? അങ്ങനെയൊന്നും നോക്കണ്ട ശാന്തേ, എൻ്റെ ലച്ചുവിൻ്റെ പ്രായമല്ലേ ഉള്ളൂ ചന്തുവിനും. നാരായണൻ ചന്തുവിനെ നോക്കി വാത്സല്യത്തോടെ ശാന്തിയോട് പറഞ്ഞു. അതിന് അവരൊന്ന് പുഞ്ചിരിച്ചു കൊടുത്തു. സത്യത്തിൽ നാരായണന്റെ മുമ്പിൽ വെച്ച് ചന്തു വേണുവിനോട് അങ്ങനെയൊക്കെ പറഞ്ഞതിൽ വല്ലായ്മയായിരുന്നു അവർക്ക്. ബാലു ചായയും പലഹാരങ്ങളും കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുത്തു. എല്ലാവരും ചായ കുടിച്ചുകൊണ്ട് ഓരോ വർത്താനത്തിൽ ഏർപ്പെട്ടു. സൂര്യമോനെ എണീറ്റില്ലേ? കുറേ സമയം കഴിഞ്ഞതും സൂര്യയെ പുറത്തേക്ക് കാണാതെയായതും വേണു ചെറിയ പരിഭ്രമത്തോടെ ചോദിച്ചു. തങ്ങൾ വന്നവന് ഇഷ്ടമായി കാണില്ലേ എന്ന വേണ്ടാത്ത ചിന്തകൾ അയാളുള്ളിലെടുത്തു. ദേ ആള് വന്നല്ലോ. കുളിച്ചൊരുങ്ങി ഇറങ്ങി വരുന്ന സൂര്യയെ കണ്ട് നാരായണൻ പറഞ്ഞതും എല്ലാവരും അവനെ നോക്കി. അപ്പോഴാണ് വന്ന അതിഥികളെ അവനും കണ്ടത്. അയ്യോ, എല്ലാവരും എപ്പോൾ വന്നു? വന്നിട്ട് ഒരുപാടായോ? സൂര്യ വിനയത്തോടെ ചോദിച്ചതും വേണുവിൻ്റെ മുഖം തെളിഞ്ഞു. ഞങ്ങൾ രാവിലെ തന്നെ ഇങ്ങോട്ട് പോന്നു. മോനെ ഇവള് ബുദ്ധിമുട്ടിച്ചൊന്നുമില്ലല്ലോ? കുറച്ച് കുറുമ്പ് കൂടുതലാണേ. വേണുവിൻ്റെ ചോദ്യം കേട്ട് ചന്തു അയാളെ കൂർപ്പിച്ച് നോക്കി.
സൂര്യൻ കണ്ടിട്ട് അവളൊന്ന് നോക്കി കൂർപ്പിച്ച് അവളുടെ മുഖം കണ്ട് അവനും പുഞ്ചിരിച്ചു. എന്നാൽ ചന്തു ആകട്ടെ അവൻ തൻ്റെ അച്ഛനോട് തൻ്റെ കയ്യിലിരിപ്പെല്ലാം പറഞ്ഞു കൊടുക്കുന്ന പേടിയിൽ അവൻ ടെൻഷനോടെ നോക്കി.